ഹായ് ഫ്രണ്ട്സ്, ആരാമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ ഒരു സെയിലുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം കുറച്ച് ഡെൻഡ്രോബിയം പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് സീഡ്ലിങ്സിൻ്റെ. അപ്പോൾ ഒരു 10-30 കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പ്ലാന്റ് സൈസും എല്ലാം കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ നമ്മുടെ സെയിലും ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ഓഫറായിട്ട് തന്നെയാണ് നമ്മൾ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ദീപാവലിക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്തായി പ്ലാൻസ് എന്നുള്ളത് അപ്ഡേറ്റ് എന്നെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്ലാനിൻ്റെ കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം. കാരണം നിങ്ങൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന പ്ലാൻസ് നശിച്ചു പോവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. പിന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോഴായിരിക്കും എൻ്റെ അടുത്ത് പറയുന്നത്, അയ്യോ അന്ന് മേടിച്ച ചെടികൾ എനിക്ക് എന്തൊക്കെയോ പറ്റി, അത് ശരിയായില്ല, ചിലത് മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്കും വിഷമവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ പോട്ടിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാ സംഭവവും ഞാൻ ഈ ഇതിനകത്ത് തന്നെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഐഡിയ ആദ്യമായിട്ടൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ലാണ്ട് പ്ലാന്റ് നടരുത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുക. എന്നിട്ടൊക്കെ പ്ലാന്റ് ചെയ്യട്ടെ. കാരണം നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ നശിച്ചു പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പിന്നെ മനസ്സ് മടിച്ചോ. അപ്പോൾ പിന്നെ നിങ്ങൾ പറയും ഓർക്കിഡ് ഭയങ്കര പാടാ വളർത്തിയെടുക്കാനായിട്ട്, ഭയങ്കര വിലയുമാണ്, പെട്ടെന്ന് നശിച്ചു പോകും എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ഓർക്കിഡ് നമുക്ക് വളർത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പമുള്ള സാധനമാണ്. ബാക്കിയുള്ള ചെടികളെ പോലെ അല്ല. നമ്മൾ കുറച്ചൊന്ന് കെയർ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗിയെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അതിൻ്റെ ലൈഫ് എത്ര ദിവസമാണ് ഈ ഒരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പൂവ് ഇരിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുക എന്നറിയാലോ. അതുകൊണ്ടാണ് നമുക്ക് സാധാരണ ഒരു ചെടി മേടിക്കുന്നതിനേക്കാൾ ഒരു റേറ്റ് വരുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ അതിന് ഒരു കാരണവശാലും നിങ്ങൾക്ക് നശിച്ചു പോകാനുള്ള ഇട വരുത്തരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യാനും ഞാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മാക്സിമം എന്താ പറയുക മനസ്സിലാക്കിയിട്ട് പ്ലാന്റ്സ് നടുക കേട്ടോ. ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞാലും ഇപ്പം 300 പ്രാവശ്യം വാങ്ങിച്ച ഒരു മാഡം ആണെങ്കിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ചെടീനെ കൊണ്ടുവന്ന് മണ്ണിൽ വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ എനിക്ക് വീഡിയോ വെച്ചപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. അയ്യോ ഇത് മണ്ണിലാണോ വെച്ചേക്കുന്നത്? അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ, ഓർക്കിഡ് സാധാ ചെടി നട്ട് പോലെ ഇപ്പോൾ റോസൊക്കെ നടുന്ന പോലെ തന്നെ മണ്ണിൽ വയ്ക്കാനുള്ള സാധാരണ മണ്ണിൽ വെച്ചാൽ മതി എന്ന് വിചാരിച്ചു. ഓർക്കിഡിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ട് പെട്ടെന്ന് മേടിച്ചു, പെട്ടെന്ന് നട്ടു. പക്ഷേ എന്താ പറ്റിയ, മണ്ണിൽ ഓർക്കിഡ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡീറ്റെയിലും ചോദിച്ചില്ല. പിന്നീടാണ് പറയുന്നത് വീഡിയോ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയ മിസ്റ്റേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൂടാത്തവർ അവർക്ക് അറിയില്ല. അവർ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും റിപ്ലൈ തരാനായിട്ട് ഞാൻ റെഡിയാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്തോളൂ. കാരണം അതിൻ്റെ ഒരു വോയിസ് അയക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. പക്ഷെ ഞാൻ മെസ്സേജ് കാണുമ്പോൾ കുറച്ച് ഡിലേ ആയാലും നിങ്ങൾക്ക് റിപ്ലൈ തരൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഓഫറിനെ കുറിച്ച് പറയാം. നമ്മുടെ ദീപാവലി ഓഫറിൻ്റെ അതേ ഇത് തന്നെയാണ്. നമ്മുടെ ദീപാവലി ഓഫർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ദീപാവലി ഓഫർ കഴിഞ്ഞു. അപ്പോൾ ഓഫറിൻ്റെ പ്രൈസ് ആ ഓഫർ ടൈമിൽ എത്ര ദിവസമാണോ പറയുന്നത് ആ സമയം മാത്രമേ കാണത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് റേറ്റ് വേറെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ചെടിയായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 120 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അതേസമയം നിങ്ങൾ 5 പ്ലാന്റ് ആണ് എന്നുണ്ടെങ്കിൽ 5 പ്ലാന്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് 110 രൂപ വെച്ചായിരിക്കും റേറ്റ് വരിക. 110 രൂപ വെച്ച് 550 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് റേറ്റ് വരുന്നത്. അതേസമയം നിങ്ങൾ 10 പ്ലാന്റാണ് ഒന്നിച്ചെടുക്കണമെങ്കിൽ ഒരു പ്ലാന്റിന് 99 രൂപ വെച്ച് 10 പ്ലാന്റിന് 990 990 റുപ്പീസ് പ്ലസ് CC കൊറിയർ ചാർജാണ്. നമ്മുടെ കേരളത്തിനകത്ത് മിനിമം കൊറിയർ ചാർജ് ആയിരിക്കും. കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ CCയിൽ വ്യത്യാസം വരും. അപ്പോൾ അതാണ് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ കേട്ടോ. ഇത് നമ്മുടെ ഇന്ന് വീഡിയോ ഇട്ടത് മുതൽ 5 ദിവസമായിരിക്കും ഇതിൻ്റെ ഓഫർ അവൈലബിൾ ആവുക. അപ്പോൾ ആദ്യത്തെ ഓർഡർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഒത്തിരി പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് കിട്ടും. പിന്നെ ആകുമ്പോഴത്തേക്ക് കുറേ പ്ലാന്റ്സൊക്കെ കളർ ഓപ്ഷൻ കുറയും. പിന്നെ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് തീരുന്നവരെ മാത്രമാണ് കേട്ടോ. സ്റ്റോക്ക് എപ്പോൾ തീരുന്നോ അപ്പോൾ ഓഫർ കഴിയും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇന്ന് മുതൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന മുതൽ 5 ദിവസത്തേക്കാണ് നമ്മുടെ ഓഫർ വരുന്നത്. സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പ്ലാന്റിൻ്റെ സൈസ്
ഇതാണ്. ഇത് ഡെൻഡ്രോബിയം പോപ്സൈ എന്നുള്ളതിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത്. അപ്പോൾ പല പ്ലാന്റും പല സൈസാണ്. ഇത് ഡെൻഡ്രോബിയം മാംഗോസ്റ്റീൻ എന്നുള്ളതിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത്. പിന്നെ അതേസമയം അടുത്ത പ്ലാന്റ് ഇത് ഗ്ലോറി വൈറ്റ് എന്നുള്ളതിൻ്റെ പ്ലാന്റ് സൈസാണ്. ഈ പ്ലാന്റ് ഒരു താരതമ്യേന പ്ലാന്റ് ഒരു ചെറിയ പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് 48 സക്ഡ ബ്യൂട്ടി എന്നുള്ളതിൻ്റെ ഒരു യെല്ലോ ഫ്ലവറിൻ്റെ പ്ലാന്റാണ്. സക്ഡ ബ്യൂട്ടി എന്നുള്ളതിൻ്റെ പ്ലാന്റാണ് ഇത്. പിന്നെ ഒരുവിധം പ്ലാന്റ് സൈസ് കുഴപ്പമില്ലാത്ത പ്ലാന്റ് സൈസാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റ്സ്. ഇത് 42 മാർഗരിറ്റ എന്നുള്ളതിൻ്റെ, മാർഗരിറ്റ ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ, അല്ല ഓങ്ചാങ് എന്നുള്ള ഒരു യെല്ലോ ഫ്ലവർ തന്നെയാണ്. മാർഗരിറ്റ പ്ലാന്റ്, യെല്ലോ പ്ലാന്റ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. മാർഗരിറ്റ അത് യെല്ലോ കളർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ആവറേജ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതാണ് കുഴപ്പമില്ലാത്ത പ്ലാന്റ് സൈസാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് സൈസാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് പിടിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ആരും അറിഞ്ഞൂടാതെ പൊട്ട് ചെയ്ത് നശിപ്പിച്ച് കളയല്ലേ. കറക്റ്റായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പം അതൊന്ന് നോക്കി മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ചോദിക്കുവാണെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഓക്കെ. ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് അഡ്രസ്സിൽ മെൻഷൻ ചെയ്യുക. പലയിടത്തും പല സർവീസ് ആയതുകൊണ്ടാണ് നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്ത് പറഞ്ഞാലേ എനിക്ക് അറിയുള്ളൂ നിങ്ങളുടെ അവിടെ സർവീസ് ഉണ്ടോ, DTDC വീട്ടിൽ കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പറ്റത്തില്ല. കാരണം അത് വേറെ സെക്ഷൻ ആണല്ലോ, അത് അവരുടെ ഓഫീസർ അവരുടെ റൂൾസാണ്, അതെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി കൺഫേം ചെയ്തിട്ട് വേണം എനിക്ക് DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ എന്ന് മെസ്സേജ് ഇടാനായിട്ട്. പിന്നെ ഒരു കാര്യം, ഈ ചെറിയ പ്ലാന്റിനെ എപ്പോഴും പറയുന്നതാണ്, ചെറിയ പ്ലാന്റിനെ കൊണ്ടൊന്നും ഭയങ്കര വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യരുത്. ചെറിയ പ്ലാന്റിനെ ചെറിയ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വളർത്തിയെടുത്ത് അടുത്ത പോട്ടിലേക്ക് മാറ്റുക കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം, ചെറിയ പോട്ടല്ലേ, ആകെ കുറച്ച് കരി മതി, അതിനകത്തൊന്ന് വളർത്തിയെടുക്കുക. വളർത്തിയെടുത്തതിന് ശേഷം നെക്സ്റ്റ് പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാവും. ഓക്കെ. പിന്നെ തൃശ്ശൂർ ഭാഗത്ത് അടുത്തൊക്കെ ഉള്ളവർ നേരിട്ടായിരിക്കും പ്ലാന്റ്സ് മേടിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമേ വരാവൂ. നമ്മളിത് എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല, പല പല തിരക്കുകളുണ്ട്, പാക്കിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങളെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാനോ കൂടുതൽ കാര്യങ്ങൾ പറയാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അത് കൺഫേം ചെയ്തിട്ട് വേണം വരാനായിട്ട്. പിന്നെ ഞായറാഴ്ച വരുന്നവരാണെങ്കിലും ഇപ്പോൾ അറിയാലോ കല്യാണ സീസണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഞായറാഴ്ചകൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രമേ വരാവൂ കേട്ടോ. ഭയങ്കര ദൂരം എന്നൊക്കെ ആണെങ്കിൽ വിളിച്ച് ഞാൻ എന്തായാലും കൊറിയർ കിട്ടും, കുഴപ്പമൊന്നും വരില്ല. അപ്പം നേരിട്ട് വന്ന് കണ്ടെടുക്കണം എന്നുള്ളവർ നമ്മൾ വിളിച്ച് കൺഫേം ചെയ്തിട്ട്, ഇപ്പോൾ ഫോൺ നമ്പറിൽ നമുക്ക് എപ്പോഴും കോൾ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം ഫോൺ വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പിൽ ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു തരാം. അത് കണ്ട് എന്നാണ് വരുന്നതെന്നൊക്കെയുള്ള കൺഫേം ചെയ്തിട്ട് മാത്രമേ പുറപ്പെടാവൂ. തലേ ദിവസം വരുന്നതിൻ്റെ തലേ ദിവസവും നിങ്ങളൊന്ന് വിളിച്ച് നോക്കുക. നമുക്ക് എന്തെങ്കിലും എമർജൻസിയോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ ആയിപ്പോകും. അതുകൊണ്ടാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ മെസ്സേജ് ഇടുമ്പോഴത്തേക്കും ഇന്ന് മുതൽ 5 ദിവസം ഇടുന്നവരുടെ മെസ്സേജുകൾ മാത്രമേ പരിഗണിക്കത്തുള്ളൂ. കാരണം ചിലപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട് എന്താ പറയുക, കുറച്ച് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ട്രിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ വേണം മെസ്സേജ് നോക്കി റിപ്ലൈ ഒക്കെ തരാനായിട്ട്. അപ്പം എന്തായാലും ടൈം കിട്ടുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് തരും. അപ്പോൾ അന്ന് വരെ ആരൊക്കെയാണോ ഓർഡർ തരുന്നത് അവർക്കെല്ലാവർക്കും ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരും കേട്ടോ. പിന്നെ ചിലർക്ക് നമ്മൾ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് ചിലപ്പം അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും റേറ്റും ഒക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എമൗണ്ട് ഇടാൻ പറയും. പിന്നെ നമ്മൾ ചിലപ്പോൾ പ്ലാന്റ് എടുക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ആ പ്ലാന്റ് ചിലപ്പം അത്ര നല്ലതല്ല എന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടോ. കാരണം നമുക്ക് ഇവിടെയും ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ചിലപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടോ, ചിലപ്പോൾ ഞാൻ വിചാരിക്കും അത് ഉണ്ടെന്ന് വിചാരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ പ്ലാന്റ് മാറ്റി വയ്ക്കാൻ നോക്കുമ്പോഴേ ചിലപ്പോൾ ഇല്ലാതെ വരാം. അപ്പോൾ
ഒരു 1-2 പ്ലാന്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലും കൂടെ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു 10 കളറാണെന്നുണ്ടെങ്കിൽ ഒരു 12 കളറായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ടോളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കളർ ഇല്ലെങ്കിലും നമുക്ക് അടുത്ത കളർ സെലക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും വിഷമിക്കേണ്ട, ബിസി ആയിരിക്കും, ചിലപ്പോൾ വല്ല കറക്കത്തിൽ വല്ല ആയിരിക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് മെസ്സേജ് തരും കേട്ടോ. കുറച്ച് ദിവസം ഒന്ന് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കും നിങ്ങൾക്ക് ഒന്ന് ക്രിസ്മസ് ഓഫർ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം നോക്കുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഓഫറിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാനുള്ള ലിങ്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റും. പിന്നെ കൂടാതെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴാണ് വീഡിയോ ഇട്ടതും അവർക്ക് ഞാനൊരു 5 days മുന്നേ തന്നെ ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓർക്കിഡിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമായി കുഴപ്പമില്ല, വല്ല യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു, ബൈ ബൈ.